അച്ഛൻ എവിടെ? കണ്ടില്ല. ജാതകവും പൊരുത്തവും നാളും മുഹൂർത്തവും ഒക്കെ ബഹുകേമായിരുന്നു. പക്ഷേ നിന്റെ കാര്യത്തിൽ കണിയാന് കണക്ക് തെറ്റി. ഞങ്ങളുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി. ഭർത്താവ് വഴി തെറ്റുന്നത് ഭാര്യയുടെ പിടിപ്പേട് കൊണ്ടാണ്. ശാസിക്കേണ്ട സമയത്ത് നീ അവനെ ശാസിച്ചില്ല, ഉപദേശിക്കേണ്ട സമയത്ത് നീ അവനെ ഉപദേശിച്ചില്ല. തുടക്കത്തിലെ നിനക്ക് പഴിച്ചു മോളെ. കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ തന്നെ പുരുഷനെ വരുതിയിൽ നിർത്താനുള്ള വഴികൾ നീ ആലോചിക്കണമായിരുന്നു. അന്ന് പിടിവിട്ടതിന്റെ ഫലമാ ഇന്ന് നീ അനുഭവിക്കുന്നത്. അവനെ ഞാൻ മനസ്സിലാക്കിയ പോലെ മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല. ആ എന്നിൽ നിന്ന് പോലും അവൻ്റെ തെറ്റുകൾ മറച്ചു പിടിച്ച എന്തിനായിരുന്നു മോളെ? ഒടുവിൽ ഇപ്പം എന്തായി? ഞാൻ പറയാറുള്ളത് പോലെ നിന്നെയും മക്കളെ നടുത്തെരുവിലാക്കിയിട്ട് അവൻ പോയില്ലേ? ഇനി നീ എന്തു ചെയ്യും? എങ്ങനെ ജീവിക്കും? എന്നാലും അച്ഛനത് എന്നോട് പറയാൻ തോന്നില്ലോ. 10 വർഷം ഒരു ചെറിയ കാലയളവാണോ അച്ഛ? വിജയേട്ടൻ ആരോ എങ്ങനെയുള്ള ആളാവട്ടെ, ഈ കാലം മുഴുവൻ ഞാൻ സ്നേഹിച്ചതല്ലേ. എനിക്കറിയാം വിജയേട്ടന് ഞങ്ങളോട് സ്നേഹമാണെന്ന്. ബന്ധമൊഴിയണമെന്ന് അച്ഛന് നിസ്സാരമായിട്ടങ്ങ് പറയാം. പക്ഷെ നിന്നോടും മക്കളോടുമുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണോ അവൻ നിങ്ങളെ ഉപേക്ഷിച്ചു പോയത്? എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങൾക്കറിയണം. നിന്നെ ഇവിടെ നരയിക്കാൻ വിട്ടിട്ട് ഞങ്ങൾ എങ്ങനെ അവിടെ സമാധാനമായിട്ട് കഴിയും? എന്നെ വേദനിപ്പിച്ചാലേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവൂന്നാണോ? ഞങ്ങൾ നിന്നോട് തർക്കിക്കാൻ വന്നതല്ല. നമുക്ക് തൽക്കാലം നമ്മുടെ വീട്ടിൽ പോവാൻ ചേച്ചി. ഞാൻ എങ്ങോട്ടുമില്ല. സമയദോഷം കൊണ്ട് വിജയേട്ടന് ഓരോ തോന്നലുകളുണ്ടായി, അത്രേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. അവൻ ഇനി വരില്ല മോളെ. ദുഷ്ടനാവൻ. അമ്മ അങ്ങനെ പറയരുത്. വിജയേട്ടൻ ദുഷ്ടനാണെങ്കിൽ അത് ഞാൻ മാത്രം സഹിച്ചാൽ മതിയല്ലോ. അപ്പൊ നമുക്കിറങ്ങാം. അച്ഛാ, എൻ്റെ ആ പഴയ തയ്യൽ മെഷീൻ അവിടെ ഇല്ലേ? ആരെങ്കിലും അയച്ചാൽ അതൊന്ന് കൊടുത്തയക്കോ? ഇതുണ്ടായോണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ലല്ലോ. തയ്ക്കാൻ തുണികൾ കിട്ടണ്ടേ? ഇവിടെയുള്ള വീടുകളൊക്കെ ചെന്ന് പറയാല്ലേ സഹായിക്കണമെന്ന്? അത് പോരെ ചേച്ചി. ടൗണിൽ 2-3 ഗാർമെന്റ് ഫാക്ടറികളുണ്ടല്ലോ, എക്സ്പോർട്ടേഴ്സ്. നമുക്ക് അവരെ സമീപിച്ചു നോക്കാം. ഒരു ചെറിയ യൂണിറ്റ് ഇവിടെ വർക്ക് ചെയ്യും പോലെ. ചേച്ചി ഭയപ്പെടാതിരിക്കും, വഴിയുണ്ടാവും.
സ്വാമിജി അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ഇരിക്കൂ. താങ്കൾ ഇവിടെ എത്തിയിട്ട് 6-7 മാസം കഴിഞ്ഞെന്ന് തോന്നുന്നു. അതെ. ഇവിടുത്തെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ ഇതുവരെ കഴിഞ്ഞില്ല അല്ലേ? എക്കണോമിക്സ് പഠിച്ചു, താങ്കൾ അധ്യാപകനായിരുന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് വിജയവാഡയിലെ സ്കൂളിൽ അധ്യാപകനായിട്ട് പോകാൻ ഞാൻ പറഞ്ഞത്. അധ്യാപക ജോലി എനിക്ക് മടുത്തതുകൊണ്ടാണ് സ്വാമിജി. പിന്നെ എന്ത് ചെയ്യാനാണ് താല്പര്യം? അത് പറഞ്ഞോളൂ. ഈശ്വരധ്യാനം. 24 മണിക്കൂറും ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ ഈശ്വരൻ തന്നെ അതൊരു ബുദ്ധിമുട്ടാവും. ഇവിടെ വന്ന സമയത്ത് സന്യാസിയാവാനാണ് താല്പര്യം എന്ന് താങ്കൾ പറഞ്ഞു. സന്യാസം എന്ന് പറഞ്ഞാൽ സേവനാണ്, സഹജീവികളെ സേവിക്കൽ. എന്തോ ചില കാര്യങ്ങൾ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട് അല്ലേ? ഒന്നുമില്ല സ്വാമിജി. എനിക്കെന്തോ അങ്ങനെ തോന്നുന്നു. അധ്യാപകനാവാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഇവിടുത്തെ കൃഷിസ്ഥലത്ത് പണിയെടുക്കാം, കന്നുകാലികളെ നോക്കാം. താങ്കൾ ഒരു കാര്യത്തിനും താല്പര്യമെടുക്കണത് ഇതുവരെ കാണാനിടയായിട്ടില്ല. ഞാൻ ഈശ്വരധ്യാനം. ജോലികളൊന്നും ചെയ്യാതിരിക്കാനുള്ള ഉപാധിയാണോ ഈശ്വരധ്യാനം? ഞാനിവിടെ കഴിഞ്ഞുകൂടുന്നത് ആർക്കും ഇഷ്ടമാവുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു അർത്ഥം ഉദ്ദേശിച്ചിട്ടില്ല. എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്നറിയാനായിട്ട് ചോദിച്ചതാണ്. ലക്ഷ്യം ഇല്ലേ? എനിക്ക് സന്യാസിയാവണം. വെറുതെ ഇരുന്ന് സന്യാസിയാവണം. ആദ്യം ഇവിടുത്തെ കാര്യങ്ങളിലൊക്കെ താല്പര്യം എടുക്കൂ. സന്യാസി ആവുന്നതിനെ പറ്റി പിന്നീട് ചിന്തിച്ചാൽ മതി. തൽക്കാലം പോയിക്കോളൂ. സ്വാമിജി എന്തു പറഞ്ഞു? ഇതൊരു ഫാക്ടറിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആശ്രമമാണെന്നാ പറച്ചല്. പക്ഷെ ഇവിടെ ആർക്കും ഈശ്വരനെ വേണ്ട. കൃഷിപ്പണിയും കന്നുകാലി മേഖലയും ഒക്കെ നാട്ടിലും ആവാമായിരുന്നല്ലോ. അതിന് ഇവിടം വരെ വരേണ്ട കാര്യമുണ്ടോ? എന്താ സ്വാമി? ക്ഷോഭം അടങ്ങിയില്ലെന്ന് തോന്നുന്നു. ക്ഷോഭയല്ല ബ്രഹ്മചാരി, സങ്കടമാണ്. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോകുന്നത് കുറച്ച് സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ എന്താണ് ഉപേക്ഷിച്ചത്? സ്വന്തക്കാരെ വിട്ടു പോകുന്നതിലുള്ള സങ്കടമാണല്ലേ? എനിക്ക് സ്വന്തക്കാരും എത്ര വട്ടം ഞാൻ പറഞ്ഞതാ. പിന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത്? ബ്രഹ്മചാരി പോലീസുകാരെ പോലെ സംസാരിക്കുന്നു. മനുഷ്യരിവിടെ 100 കൂട്ടം പ്രശ്നങ്ങളാണ്. 100 കൂട്ടം പ്രശ്നങ്ങളുള്ള ഒരാൾക്ക് എവിടെ ചെന്നാലും സ്വസ്ഥത ഉണ്ടാവില്ല. പ്രശ്നങ്ങൾ ഒന്നുപോലും സ്വാമി ആരോടും പറയുന്നില്ല. എന്തൊക്കെയോ ഒളിച്ചു വെച്ചാണ് എപ്പോഴും സംസാരിക്കുന്നത്.